ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ സൗമ്യ അജിൻ. ഇന്നത്തെ വീഡിയോ വിഷ്വലൈസേഷനെ കുറിച്ചിട്ടാണ്. ഞാൻ ഫസ്റ്റ് റാങ്ക് വാങ്ങാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് വിഷ്വലൈസേഷൻ ചെയ്തത് എന്നതിനെ കുറിച്ചിട്ടാണ്. ഇപ്പം നിങ്ങൾ ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാവും വിഷ്വലൈസേഷനെ കുറിച്ചിട്ട്, അല്ലേ? അപ്പോൾ വിശ്വാസമുള്ളവരും ഇല്ലാത്തവരും ഉണ്ടാവും. ഞാനിവിടെ വിശ്വാസമുണ്ടോ ഇല്ല എന്നുള്ളതല്ല, ഞാൻ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്തത്, അത് എൻ്റെ മെൻറ്റാലിറ്റി എങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്തു, എങ്ങനെയാണ് ഞാൻ വിജയത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ആദ്യമേ പറയാം, കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. വിഷ്വലൈസേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു സൈക്കോളജിക്കൽ എന്തെങ്കിലും ഒരു മൂവ് ആയിരിക്കാം, ചിലപ്പോൾ നമ്മളെ മാനസികമായിട്ട് അതിന് തയ്യാറെടുക്കുന്ന ഒരു പ്രോസസ്സ് ആയിരിക്കാം വിഷ്വലൈസേഷൻ, അല്ലേ? അതിനകത്ത് മാന്ത്രിക ശക്തിയൊന്നുമില്ല. ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിലായിരുന്നു ഡെയിലി എഴുതുന്നത്. ഒരു 10 വട്ടമേ എഴുതത്തുള്ളൂ കേട്ടോ. അതായത് എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടും എന്നുള്ള രീതിയിൽ 10 പ്രാവശ്യം എഴുതി വയ്ക്കും. കാണുന്നവർക്ക് അത് വട്ടാണെന്ന് തോന്നാം, പക്ഷെ നമ്മുടെ ആവശ്യമാണല്ലോ. ഇങ്ങനെ എഴുതുമ്പോൾ തന്നെ നമുക്കൊരു പശ്ചാത്താപം തോന്നും, ഇന്നത്തെ ദിവസം ഒന്നും പഠിച്ചിട്ടില്ലല്ലോ, ഈ എഴുത്ത് മാത്രമേ നടക്കുന്നുള്ളല്ലോ എന്നൊരു ചമ്മൽ വരുമല്ലോ. അപ്പം നമ്മൾ പഠിക്കാൻ ബുക്ക് എടുക്കും. രണ്ടാമത്തെ കാര്യം, ഇതിങ്ങനെ എഴുതി വെക്കുകയല്ലേ, വീട്ടിൽ ആരെങ്കിലുമൊക്കെ കാണുമല്ലോ, അപ്പം അവരുടെ മുമ്പിൽ ജോലി കിട്ടിയില്ലെങ്കിൽ നാണക്കേടല്ലേ. അതൊക്കെ കരുതി നമ്മൾ പഠിക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ ഇങ്ങനെ ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാൻ ഊട്ടി ഉറപ്പിക്കും, റാങ്ക് വാങ്ങിയിരിക്കും. ഓരോ ലൈൻ എഴുതുമ്പോഴും അതിന് എന്തൊക്കെ ചെയ്യണം, പഠിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നും കൂടി ഇങ്ങനെ മനസ്സിലാലോചിച്ചുകൊണ്ടിരിക്കും. അതായത് ഇന്നൊരു 4 മണിക്കൂർ പഠിക്കണം, അല്ലെങ്കിൽ ഇന്നൊരു 5 മണിക്കൂർ പഠിക്കണം, ഇന്ന് വേറെ ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഉണ്ടാകത്തില്ല, ഇനി ഞാൻ ഫോണിൻ്റെ യൂസ് കുറയ്ക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വേണം ഇതിങ്ങനെ എഴുതിക്കൊണ്ടിരിക്കാൻ. അല്ല ചുമ്മാ നമ്മുടെ ഇമ്പോസിഷൻ എഴുതുന്ന പോലെ എഴുതിയിട്ട് കാര്യമില്ല. ഇനി ഇത് എഴുതുന്നത് എപ്പോഴാണെന്ന് നോക്കാം. ഏറ്റവും നല്ലത് രാവിലെയാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ 10 വട്ടം എഴുതാം, അതല്ലെങ്കിൽ വൈകുന്നേരം എഴുതാം. ഏറ്റവും നല്ലത് രാവിലെ എഴുതുന്നതാണ്. കാരണം ആ രാവിലെ എഴുതുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ ഇത് എഴുതിയത് ഓർമ്മ കാണും. സോ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കാൻ സമയം കണ്ടെത്തും. വിഷ്വലൈസേഷന് നമ്മുടെ ജീവിതത്തിൽ നല്ല പവറാണ് കേട്ടോ. ഏത് കാര്യത്തിനും നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. വിഷ്വലൈസ് ചെയ്ത് നമ്മൾ അതായിത്തീരും. നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് നമ്മൾ അതായിത്തീരും എന്നൊരു ചൊല്ലുണ്ടല്ലോ. സെയിം ആണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മൾ എന്നും വിഷ്വലൈസ് ചെയ്യുന്ന കാര്യം നമ്മൾ അതായിത്തീരുകയാണ് ചെയ്തത്. ഫസ്റ്റ് റാങ്ക് കിട്ടും എന്ന് പ്രാർത്ഥിച്ച് അതേപോലെ എഴുതി വെച്ചും വിഷ്വലൈസ് ചെയ്ത് അവസരം കിട്ടി. അപ്പം അതുപോലെ ജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മൾ നേരിട്ട് ഇപ്പോൾ ബമ്പർ ലോട്ടറി കിട്ടണമെന്ന് എഴുതി വെച്ച് അങ്ങനെ കിട്ടണമെന്നല്ല, അത് ഭാഗ്യമാണല്ലോ. നമ്മളുടെ പരിശ്രമത്തിന് മാറ്റി കൂട്ടുന്ന ഒരു കാര്യമാണ് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് PSCയിൽ നല്ല ജോബ് കിട്ടണം, നല്ല റാങ്കിലെത്തണം എന്നൊക്കെ ആഗ്രഹമുണ്ടെങ്കിൽ ഡെയിലി എഴുതി വെച്ചാൽ മാത്രം പോരെ, പഠിക്കുകയും വേണം. അപ്പോൾ എപ്പോഴും എഴുതുമ്പോൾ നമുക്ക് ആ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടുന്നതാണ്. അതാണ് ഇതിനകത്തെ ഒരു സൈക്കോളജിക്കൽ സൈഡ് എന്നാണ് എനിക്ക് തോന്നിയത്. ഒരു തരത്തിൽ പറഞ്ഞാൽ വിഷ്വലൈസേഷൻ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്, നമ്മളുടെ ആഗ്രഹത്തിലേക്ക് എത്താൻ ട്രെയിൻ ചെയ്തെടുക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പം നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ ആഗ്രഹം എഴുതി വെക്കുക. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു പൈലറ്റ് ആവാൻ ആഗ്രഹമെങ്കിൽ പൈലറ്റ് ആവും എന്നൊരു 10 വട്ടം എഴുതി വെക്കുക. എഴുതി വെച്ചാൽ മാത്രം മതിയോ? പോരാ. പൈലറ്റ് ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ കോഴ്സ് ചെയ്യണം, ഏതൊക്കെ കോളേജിനോ നിങ്ങൾ സെർച്ച് ചെയ്യണം, അതിനുള്ള എൻട്രൻസുകൾ എഴുതണം. അങ്ങനെ പല ഘട്ടങ്ങളാവുമ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് തന്നെ ആ ഒരു പൊസിഷനിൽ എത്തുന്നതായിരിക്കും. നമ്മളിങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ പലപ്പോഴും കൂട്ടുകാരൊക്കെ കളിയാക്കും, നീ ഇങ്ങനെ സ്വപ്നം കണ്ട് നടക്കത്തേയുള്ളൂ കളിയാക്കും. സോ ഇതൊക്കെ കൂടുതൽ ആളുകൾക്ക് ഷെയർ ചെയ്യാതിരിക്കുക. നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ട് നമ്മളത് കീപ്പ് ചെയ്യുക. അതായത് എനിക്കിങ്ങനെ ഒരു ലക്ഷ്യമുണ്ട്, എനിക്കൊരു ഗോളുണ്ട്, അത് വളരെ സീക്രട്ടായിട്ട് സൂക്ഷിക്കുക എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ നമുക്ക് രഹസ്യമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ കുറച്ച് ഊർജം കൂടുതലായിരിക്കുമല്ലോ. ഇപ്പോൾ ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കണം, ഭയങ്കര ത്രില്ലായിരിക്കുമല്ലോ നമുക്ക്. അതുപോലെ ഉള്ളൂ, നമ്മളിങ്ങനെ ആരും അറിയാതെ ഒരു ലക്ഷ്യത്തിലേക്ക് അടുക്കുമ്പം അതിനൊരു ഭയങ്കര എനർജി ആയിരിക്കും. ആ ലക്ഷ്യം പൂർത്തീകരിക്കുന്ന ദിവസം മാത്രമേ നമ്മുടെ വീട്ടുകാരും ബന്ധുക്കളും എല്ലാം അറിയുകയുള്ളൂ, അല്ലേ? അപ്പോൾ അവരുടെ മുഖത്തുണ്ടാകുന്ന സന്തോഷം, അതിന് വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ ട്രൈ ചെയ്യുന്നതായിരിക്കും. വിഷ്വലൈസേഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.